ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ഹലോ ശ്രീകുട്ട എന്തുണ്ട് വിശേഷം? ഇവിടെ സുഖം തന്നെ, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോണു. ഇല്ല, ആരും എഴുന്നേറ്റില്ല, കുട്ടികൾ നല്ല ഉറക്കം. ശിവാനി അവിടെയാണ്, പടവലത്താണല്ലോ. വിളിച്ചില്ലായിരുന്നു അങ്ങോട്ട്? അവിടെ ഉണ്ട്. ബാലു ഇതുവരെ എഴുന്നേറ്റില്ല. ഏഴായിട്ട് എന്താണെന്നറിയില്ല, വൈകി എണീക്കണേ. എവിടെ ജോലിയൊന്നും അത്ര വലിയ തിരക്കുള്ള ജോലിയൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും കിട്ടും. അതങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ കളയുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബാലു ഇവിടെ നിന്നാ മടി പിടിച്ച് പോവുകയുള്ളൂ, നിനക്ക് അവിടെ ഒരു ജോലി നോക്കിക്കൂടെ എന്നാ? അവിടെ എന്ത് ജോലി വെച്ചാൽ ഇതല്ലേ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പാസ്സായതല്ലേ, അങ്ങനത്തെ ജോലിയൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ, അത് നോക്കിയാൽ മതി. വരണ കാര്യമൊക്കെ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അത് ശരിയാക്കി എടുക്കാന്നേ, വരും. നീ ആദ്യം ജോലി ശരിയാക്കാം, എന്നിട്ട് ഞാൻ പറയാം. ശരി ശരി. എന്നാ പിന്നെ വൈകിട്ട് വിളിക്ക്. ശരി ശരി. ബാലു ബാലു എനിക്ക് എനിക്ക് ബാലു ഒന്ന് എണീക്കുന്ന 8 മണിയായി. 8 മണിയായി തല കുത്തന്നെ ഇരിക്കണോ? എനിക്ക് ബാലു. അതെ, ശ്രീകുട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? എന്താ വിളിച്ചൂടെ? അല്ല, വിളിച്ചെന്തിനല്ലേ ചോദിക്കണേ? എന്നിട്ട് എന്ത് പറഞ്ഞ് പടം ശ്രീകുട്ടൻ? ശ്രീകുട്ടൻ ഒരു കാര്യം പറഞ്ഞു, എന്നോട് ദേഷ്യപ്പെടോ? ദേഷ്യപ്പെടുന്ന കാര്യമാണെങ്കിൽ പറയണ്ട, എണീറ്റ് പോ. ഞാൻ കാര്യമായിട്ട് പറയാ, ദേഷ്യപ്പെടോ? ഞാനും കാര്യമായിട്ട് തന്നെ പറഞ്ഞു, ദേഷ്യപ്പെടുന്ന കാര്യമാണെങ്കിൽ പറയണ്ടെന്നെ പറഞ്ഞത്. പിന്നെ ഒന്ന് കേക്ക് ബാലു. അത് പറ. ശ്രീകുട്ടൻ ഗൾഫിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ആർക്ക്? നിനക്ക്. എനിക്കാ? നീ പറഞ്ഞിട്ടാ? എടി, ഞാൻ ഇവിടെ മനസ്സമാനത്തോടെ ജീവിതം എനിക്ക് ഇഷ്ടപ്പെടില്ല. എടി, അവ ഇവിടെ ഉള്ളപ്പോഴേ എനിക്ക് സമ്മാനം തരുന്നില്ല. കെട്ടിയെടുത്തിന് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പണിയാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഞാൻ കടലും കിടന്ന് അങ്ങോട്ട് അവൻ്റെ അടുത്ത് പോണത്. എനിക്ക് പണിയെടുത്തുകൊണ്ട്. ബാലു കേക്ക്, മാസം 19,000 രൂപ ശമ്പളമുള്ള ജോലിയാ, പോയിട്ട് വാ ബാലു. ഞാനത് അറിഞ്ഞില്ലായിരുന്നു. സാധനം കാണാനില്ലല്ലേ? ഈ സാധനം ഇവിടെ വച്ചിരുന്നു. എന്ത് സാധനം? എന്റെ പാസ്പോർട്ട്. നീ ഒരു കാര്യം ചെയ്യാ, ബാഗ് എടുത്ത് കുറച്ച് തുണിയൊക്കെ എടുത്തങ്ങ് പോയി. എന്തിനാ ഇപ്പോ? നീ പറഞ്ഞില്ലേ ഗൾഫിൽ പോകാൻ പറഞ്ഞില്ലേ? തമാശ കാണിക്കില്ലേ? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ തമാശ പറയാ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ബാലു പോയിട്ട് വാ ബാലു. എന്നാലും ഞാൻ അവിടെ വച്ചത്. ഏത് പാസ്പോർട്ട്? പാസ്പോർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്റെ പാസ്പോർട്ട് നീ എന്തിനാ എടുത്ത് വെച്ചത്? പിന്നെ അത് സമയത്തിന് കാണുന്നില്ല, അത് ഇവിടുന്ന് വീട് വിട്ട് ഇറങ്ങി പോകും. പിന്നെ ബാലു, ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, മറുപടി പറയാൻ പറ്റുമോ? ഏത് കാര്യം? ഗൾഫിൽ പോണ കാര്യം. പറഞ്ഞില്ലേ പറ്റില്ലെന്ന്? ശ്രീകുട്ടൻ നമ്മളെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്, അവൻ നമ്മുടെ നന്മ മാത്രമല്ലേ ആഗ്രഹിക്കുള്ളൂ. അയ്യോ, എന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാള്. എടി, അവൻ ഒരു നന്മ ആഗ്രഹിക്കണ്ട, എന്നെ നല്ല ആഗ്രഹം നോക്കണ്ട. ഇതുവരെ ഞാൻ നല്ലതായിട്ടാണ് ജീവിച്ച, ഇനി അങ്ങോട്ട് ഞാൻ നല്ലതായിട്ടാണ് ജീവിച്ചോളാം. ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ബാലു ഇങ്ങനെയൊന്നും പറയില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാ, വാടക വീട്ടിലല്ലേ നമ്മൾ ഇപ്പോഴും കിടക്കണേ. 4 കുട്ടികളുണ്ട്, 4 എണ്ണവും വളർന്ന്. ഇതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും മറുപടി പറയാൻ തോന്നിയൊന്നുമില്ല. ചായ വല്ലതും കൊണ്ടുവരാതെ വയ്യാതെ പറയാൻ വേണ്ടിയിട്ട് ബാലു ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ വീട്ടിലെ ചിലവുകൾ എങ്ങനെ നടക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊരാൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു മാസ ചിലവ് കംപ്ലീറ്റ് നടക്കണം. ഈ വീടിൻ്റെ വാടക കൊടുക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം. ബാലുവിന് കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും തികയാറുണ്ടോ? ആ കടയിലെ പറ്റ് തീർക്കാൻ പോലും തികയാറില്ലല്ലോ. ലച്ചു ഇപ്പോൾ +2 പഠിക്കുക, വിഷ്ണു ആണെങ്കിൽ വെറുതെ നടക്കുക ഡാൻസ് പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കേശു ശിവ ചെറിയ കുട്ടികളാണ്, ടപ്പയെന്ന് പറയുമ്പോഴത്തേക്ക് അവർ വളരും. പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് ഇതിനേക്കാൾ കൂടുതൽ കാശ് വേണ്ടി വരും. ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കാണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇപ്പൊ പറയില്ലായിരുന്നു. ഞാനിത് ആരോട് പറയാനാ? എല്ലാം എൻ്റെ ഓർഡറിന് മാത്രം ഒരു കുറവുമില്ല. അത് ശരി, എണീറ്റ് റെഡിയായാ? ഞാൻ വിചാരിച്ചു എണീറ്റിട്ടുണ്ടാവൂലെന്ന്. അമ്മ രാവിലെ അച്ഛൻ തുടയ്ക്കുക.
ഉടക്കിയൊന്നുമില്ല. അച്ഛനോട് ഗൾഫിൽ പോയി ജോലി ചെയ്യണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതാ. കുട്ടുവാമനോട് ഒരു ജോലി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ. ആര്? അച്ഛനാ? ഒന്ന് പോവാമ്മയോട് വെറുതെ തമാശ ഇരിക്കാതെ. അച്ഛനൊന്നും പോകത്തില്ല നമ്മളെ വിട്ടു. അല്ലടാ, കാര്യമായിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ പോയി അച്ഛൻ്റെ ചോദിച്ചു പോകും. എന്റെ പൊന്നോ, പോകണ്ട അങ്ങോട്ട്. ഒന്ന് പകുതി സമ്മതിപ്പിച്ച് വെച്ചിരിക്കണം. നീ ചെന്ന് പറഞ്ഞോളതും കൂടി ഇല്ലാതാക്കണ്ട ഇനി. എന്നാ ഞങ്ങൾ പോയി ബാക്കി ഇങ്ങോട്ട്. എന്താ ചായ? ബാലു, ചായ. ചായ കുടിക്കാതെ ആറിപ്പോവും. കുടിക്കാം. ബാലു, ബാലുവേ, ഞാൻ പറഞ്ഞായിരുന്നു എന്തായി? ഞാനേ എനിക്ക് സദാസമയം ചിന്ത നിന്നെ പറ്റിയും പിള്ളേരെ പറ്റിയും അവരെ ഭാവിയെ പറ്റിയും വീടിനെ പറ്റിയും തന്നെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെയും പിള്ളേരെയും എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റൂല. ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പറ്റൂല. ഞാൻ അഥവാ ഗൾഫിൽ പോയെന്ന് വിചാരിച്ചോ, എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെയല്ലേ. പിന്നെ എങ്ങനെ ഞാൻ അവിടെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും? എന്നെ കൊണ്ട് പറ്റൂല നീലു, എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റൂല. അവിടെ ചെന്ന് ജോലി ചെയ്ത് പൈസ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും മനസ്സിൽ നിന്ന്. നിനക്ക് പൈസ പൈസ അല്ല, ഞാൻ പോണതിൻ്റെ വിഷമം നിനക്ക് 2-3 ദിവസം കാണും. കഴിയുമ്പം നീ മറക്കും. കുറച്ച് കഴിയുമ്പം നീ എന്നെ തന്നെ മറക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? എൻ്റെ നീലു, എനിക്ക് നിന്നെ പിള്ളേരെ എന്ന് പറഞ്ഞ ജീവനാണ്. അത്ര സ്നേഹമാണ്. നീ എന്തത് മനസ്സിലാക്കാത്തത്? ബാലു, നിങ്ങൾ ആലോചിക്കേ. കുറച്ചേരം ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പം ശരിയാവും. അല്ല, ആലോചിച്ച സ്നേഹം കുറയൂ? ഇല്ലല്ലോ. പറ്റൂല. തരാം. ഈ പിള്ളേരെ കലവിലെ ശബ്ദം കേൾക്കാതെ എങ്ങനെ അന്യനാട്ടിൽ ചെന്ന് കിടക്കും? എങ്ങനെ അറബി നാട്ടിൽ കിടന്ന് ജോലി ചെയ്യും? പറ. കാരണവശാലും പറ്റില്ല. ബാലു, ഞാൻ പോവാണേ. ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള അടുക്കള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിച്ചോ, സമയം പോയി. അച്ഛാ അച്ഛാ, പോട്ടെ പോയിട്ട് കേട്ടാ, പോട്ട് വരാം. മകളെ വാ. എന്താ അച്ഛാ? ദിവസവും നീ അച്ഛൻ്റെ അടുത്ത് പോട്ടാന്ന് ചോദിച്ചിട്ടില്ലേ പോണേ? അതെ. ഒരു ദിവസം പോലും പോട്ടാൻ ചോദിക്കാതെ പോയിട്ടുമില്ല. ഇല്ല. അതെന്തടേ? അച്ഛാ, അതിന് 2 കാര്യങ്ങളുണ്ട്. ആദ്യം അച്ഛനോട് ചോദിക്കാതെ പോയി കഴിഞ്ഞാ വിഷമം വരും. കറക്റ്റ് തന്നല്ലോ. അപ്പൊ എന്ത്, അച്ഛൻ എപ്പോഴും ഇവിടെ കാണണം. രണ്ടാമത്തെ കാര്യം കൂടെ പറയട്ട്. എന്തോ? ആ വിഷമിക്കാനുള്ള സാഹചര്യം അച്ഛൻ തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചേ? ഞാൻ എന്തുണ്ടാക്കി വെച്ച്? അച്ഛൻ ജോലിക്കും കുലിക്കും പോകത്തുണ്ടല്ലേ എല്ലാ ദിവസവും ഇവിടെ രാവിലെ കാണുന്നേ. അപ്പൊ എങ്ങനെയാണ് ചോദിക്കാതെ പോവും? അതുകൊണ്ട് വേലത്തിരങ്ങ് കാണിക്കാതെ ഗൾഫിൽ പോയിക്കോ അച്ഛാ, അത് നല്ലത്. അച്ഛാ, അച്ഛന് മടിയാണ് അങ്ങോട്ട് പോകാൻ. അച്ഛൻ അവിടെ പോയി പൈസ ഒക്കെ ഉണ്ടായി കഴിയുമ്പോ മടിയൊക്കെ മാറിക്കോളും. ഏയ്, അതൊന്നും അല്ല. ഈ പെൺകുട്ടികൾ വളർന്നു വരുമ്പോ അച്ഛനമ്മമാരുടെ സംരക്ഷണയിലായിരിക്കും വളരേണ്ടത്, പ്രത്യേകിച്ച് അച്ഛൻ്റെ. അല്ല, ഈ നാട്ടുകാർ പറയുന്നത് എന്തൊക്കെ പറയുന്നറിയാമോ? ആണ്ടെ അവൻ ബാലു കുടുംബത്തിനെയും മക്കളെയും കളഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്യനാട്ടിൽ പോയി സൂക്ഷിക്കണം. അത് കേൾക്കേണ്ടി വരൂലേ? അച്ഛാ, അച്ഛനെ അടുത്തറിയുന്ന നാട്ടുകാരും വീട്ടുകാരും ഒന്നും അങ്ങനെ പറയത്തില്ല. കുടുംബം രക്ഷപ്പെട്ടെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് മടിയൊക്കെ കളഞ്ഞിട്ട് ഗൾഫിൽ പോ. ഒരു എക്സ്ക്യൂസും പറയട്ടാ. എന്താ ഇവിടെ പ്രശ്നം? അച്ഛൻ ഗൾഫിൽ പോകുന്നു. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അച്ഛനെ എവിടെയും പോലെ എവിടെയൊക്കെ എന്നെ ചുറ്റിക്കറങ്ങി നടക്കും അല്ലേ അച്ഛാ? പോയിട്ട് വരാടാ ചേട്ടാ. ഇത് രക്ഷപ്പെടൂല. ആര്? അല്ല, മുടിയൻ ചേട്ടൻ ഈ പോയി രക്ഷപ്പെടത്തില്ലെന്ന്. എന്തുപറ്റി കിടക്കണേ? എന്തുപറ്റി കിടക്കണേ? ഒരു ചായ ഇട്ടുണ്ടോ? ഇവിടെ ഇരിപ്പുണ്ടാ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വന്നേ. എന്താ അച്ഛനെന്താ കിടക്കണേ? അറിയത്തില്ല. ഞങ്ങൾ വന്നപ്പോ തൊട്ട് അച്ഛൻ അവിടെ തന്നെ കിടക്കണം. ഇത്രയും നേരമായിട്ട് പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. എന്തോ ആലോചിച്ച് കിടക്കുക.
അച്ഛാ അച്ഛാ ആ ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കൂടെ അച്ഛൻ ശ്രദ്ധിക്കുവോ എന്താ അച്ഛൻ പ്രശ്നം? ഒന്നുമില്ലടേ, നിങ്ങളെ പറ്റി ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പറ്റി എന്തായാലും അല്ലാതെ പിന്നെ വേറെ ആരെ പറ്റിയാണ് ഞാൻ ആലോചിക്കാൻ? ഓ എപ്പോഴും നിങ്ങളെ പറ്റി തന്നെ ആ ചിന്ത. നന്നായിട്ട് പഠിക്കണം കേട്ടാ. ആ ഞങ്ങൾ പഠിക്കുക അച്ഛാ. ബാലു ചായ ചായ കുടി. അയ്യോ എന്താ പറ്റിയേ? എന്തോന്ന് പറ്റും? അല്ലെ പിന്നെ ഈ ചിന്തിച്ച് കിടക്കണ? ഒന്നും ചിന്തിക്കുന്നില്ല. ഗൾഫിൽ പോണ കാര്യം ആലോചിച്ചിട്ടാണോ? ബാലു, നമുക്ക് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ പോവാൻ പറഞ്ഞത്. പോയിട്ട് വാ ബാലു പ്ലീസ്. നിനക്കും നമ്മളെ പിള്ളേർക്കും വേണ്ടി ഗൾഫിലെന്നല്ല, ലോകത്തിൻ്റെ ഏതറ്റത്ത് ഞാൻ പോവാം. നിങ്ങളെ സന്തോഷമാണ് എനിക്ക് വരുന്നത്. നിങ്ങൾ ആഗ്രഹം നടക്കട്ടെ, ഞാൻ ഗൾഫിൽ പോവാം. ശ്രീകുട്ട, ഞാൻ ബാലുവിൻ്റെ അടുത്ത് അങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ ബാലുവിന് കുഴപ്പമൊന്നുമില്ല, വരാമെന്നാ പറയണേ. വലിയ താമസമൊന്നും വേണ്ടല്ലോ അവിടെ ജോലി റെഡിയാക്കാൻ. നീ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്കട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ബാലുവിന് മടിയാവും. ശരിയാന്ന് പറഞ്ഞേക്കാം. ശരി ശരി. ബാലു ബാലു ഞാൻ ശ്രീകുട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി റെഡിയാവുമെന്നാണ് പറഞ്ഞത്. കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ പോകാൻ റെഡി ആയിരുന്നോളാൻ പറഞ്ഞ്. അവനെ നേർച്ചല കിട്ടിയിട്ടുള്ള എന്ത് മനസ്സമനത്തോടെ കഴിയുന്നു. നീലുവേ, നീലു എന്താ വിളിച്ചേ? എന്ത് ബാഗൊക്കെ കൊണ്ടുപോവാ? ഞാൻ നെയ്യാറ്റിക്കര വരെ ഒന്ന് പോകണം. എന്തിനിപ്പോൾ നെയ്യാറ്റിക്കര പോണേ? അല്ല, എന്നാലും ഗൾഫിൽ പോവല്ലേ. അപ്പോൾ അമ്മ അച്ഛനെയൊക്കെ ഒന്ന് കണ്ട് 2 ദിവസം അവരെ കൂടെ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ചിലപ്പോൾ ഇനി പോകാൻ പറ്റില്ലെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ പോകാൻ പറ്റൂ. കൊണ്ട് പോയിട്ട് വരാം. എന്തായാലും നന്നായി. എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാം. ഇല്ല, നിങ്ങൾ വന്നാൽ ശരിയാവില്ല. നിങ്ങൾക്ക് ഓഫീസിൽ പോകണ്ടേ, പിള്ളേർക്ക് പഠിക്കാൻ പോകണ്ടേ? ഞാൻ ഗൾഫിൽ ലീവിനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം. എന്നാ തിരിച്ചു വരണപ്പോൾ? 5 വർഷം കഴിയൂലേ? 5 വർഷം നെയ്യാറ്റിക്കര പോയിട്ട് ഇങ്ങോട്ട് വരാൻ? നെയ്യാറ്റിക്കര പോയിട്ട് വരാനോ? നെയ്യാറ്റിക്കര 2 ദിവസം കഴിഞ്ഞിട്ട് പരിപാടി. എൻ്റെ പൊന്നോ, ഗൾഫിൽ പോയില്ല, അതിന് മുന്നേ തുടങ്ങി. ശരി മകളെ, അത് കുഴപ്പമില്ല ബാലു, ഞങ്ങളും വരാം. അതിന് ഓഫീസിൽ പോകണ്ടേ പറഞ്ഞില്ലേ? 2 ദിവസത്തെ കാര്യമല്ലേ? 2 ദിവസത്തെ കാര്യം ശരിയാവില്ല. ഞാൻ 2 ദിവസം നിന്ന് അച്ഛനമ്മ മനസ്സമ്മാനത്തോടെ നിന്ന് കണ്ടിട്ട് വരാം. പിന്നെ കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് ഗൾഫിൽ പോകുള്ളൂ. പിറ്റേ ദിവസം തന്നെ പോകണല്ലോ. എന്ത് നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യേ? ഇല്ല, 2 ദിവസം പിരിഞ്ഞിരിക്കാൻ വയ്യ. പിന്നെയാണ് ഞാൻ ഇനി ഗൾഫിൽ തന്നെ പറഞ്ഞു വെച്ചിട്ട് അവിടെ എടുക്കാം. വേറെ രീതിയിൽ കാണുന്നില്ല അച്ഛൻ. അച്ഛൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ഇങ്ങോട്ട്. അച്ഛനോട് തിരക്കിലായിരിക്കും അമ്മേ. നമുക്കും പോയിരുന്നല്ലോ അച്ഛൻ്റെ കൂടെ. അച്ഛനോട് ഇല്ലാത്തോണ്ടേ ഭയങ്കര ബോറടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്റെ അഭിപ്രായത്തിൽ അച്ഛൻ ഗൾഫിൽ പോകണ്ടെന്ന്. ഒന്നും മിണ്ടാതിരിയടാ. ഒരു കണക്കിനാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. നീക്ക കൂടി അച്ഛനിങ്ങനെ ആക്കണത്. അമ്മയ്ക്കൊരു വിഷമമില്ലേ അച്ഛൻ പോണേന്? ഇനി വിഷമം ഇല്ലാണ്ടിരിക്കോ? വിഷമമുണ്ട്. വിഷമം വെച്ചോണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. അമ്മയ്ക്ക് മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അച്ഛനെന്ന് വെച്ചാൽ ജീവനാ. അച്ഛനെ ഞങ്ങള്. അമ്മയ്ക്ക് അതിന് എപ്പോഴും അച്ഛൻ്റെ പണം മാത്രം മതിയല്ലോ. പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ അച്ഛനെ ഗൾഫിലേക്ക് പറഞ്ഞു വിടുന്നത്. അമ്മ ഇവര് പറഞ്ഞ ശരിയല്ല അമ്മ. അച്ഛൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല മാമ. അച്ഛൻ ഇത്രയും കാലം വീട്ടിൽ നിന്ന് എങ്ങനെ പണിയെടുത്ത? പറ്റുന്നത്ര പണിയെടുത്തിട്ടില്ലേ? ഇനിയിപ്പോ അങ്ങനെ തന്നെ പോട്ട്. ഉപ്പും മുളകും co-powered by Q Developers and 24news.com.
അച്ഛാ ഡേ ശിവ ഒന്നുമില്ലേ ഡേ? ഇല്ല. ആ അച്ഛാ എന്തെങ്കിലും വിശേഷം? വിശേഷം എന്തോന്ന്? അച്ഛനമ്മയും കണ്ട് ഭയങ്കര സങ്കടം അവർക്ക്. എന്തിന് കരയാണ്. എന്തിന്? ഞാൻ ഗൾഫിൽ പോകണ്ട, ഇവിടെ നില്ല് ബാലു, നിനക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ഇവിടെ ഇല്ലേ, നീ പിന്നെ എന്തിനാ ഗൾഫിൽ പോണ്, ഞങ്ങൾ അവസാന കാലത്ത് നിന്നെ കാണണ്ടേ. ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ പറയണേ, എൻ്റെ പിള്ളേർക്കും എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു. കണ്ടെടുത്ത് നിന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി. ഇനി കാല് പോകുന്നത് കഴിയിട്ടോട്ടെ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് നിങ്ങൾക്ക് വേണ്ട. ഇപ്പം നമുക്ക് നമ്മളെ അമ്മ അച്ഛനെ നോക്കിയോട്ടെ, ആർക്കും വേണ്ട നമ്മളെ ഇങ്ങനെ അതിനകത്ത് കാര്യമൊന്നും അമ്മ പോയതിന് കഴിക്കെടുക്കും. അല്ലാതെ പിന്നെ അവർക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ട. അച്ഛനും അമ്മയ്ക്ക് നമ്മളെ വേണം, അതുകൊണ്ട് അവർ സ്നേഹത്തോടെ നമ്മളെ സംസാരിച്ച്. അല്ലാതെ വേണ്ടെങ്കിൽ അല്ലാതെ ഇപ്പം എന്ത് പറയാൻ പറ്റും? എന്നാ പോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ എന്നാ നമുക്ക് കേട്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പോണ്ടേ? ആരെയും മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് ഇവിടെ ഇരിക്കുന്ന ചാവാനാണ് വിധി. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യേ? നമ്മളാ വിധി. പിള്ളേരെ കഴിച്ചാ? കഴിച്ച്. എന്തൊരു വിഷമം പോലെ. ഒന്നുമില്ല. ഒന്നുമില്ല. നീ കഴിക്കില്ലേ? ഞാൻ കഴിച്ചോളാം. കഴിച്ചാടേ? കഴിക്കാം. അവള് പറഞ്ഞ് കഴിച്ചെന്ന് പറഞ്ഞു. കഴിച്ചില്ലേടാ നീ? കഴിക്കണേ ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇനി ഒരുപാട് നാൾ കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റും. അതെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാം. കഴിച്ചതാ. ഇതുപോലെ എപ്പോഴും കാണൂല കേട്ടാ. പോയി കഴിഞ്ഞാൽ ആരും ഇതുപോലെ തരും. ഗൾഫിൽ പോയാലേ ആര് തരൂടാ വായില്? നീ കഴിച്ചാ? ആണോ? വാ. നീ കഴിച്ചാടേ? കഴിച്ച്. പാടാ. നീ തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോകണ്ട. ഇവിടെ സന്തോഷമല്ലേ അച്ഛൻ പോണുണ്ടല്ലേ? അച്ഛൻ വാരി തന്നത് വാളാണത്. ഇവിടെയാണോ കിടക്കണേ? അതെന്താ അങ്ങനെ വെച്ചാ? വന്ന് കിടക്ക്. നീ പോ, എനിക്ക് കുറച്ച് വർക്കുണ്ട്, ചെയ്തിട്ട് വരാം. വാ, വന്ന് കിടക്കാൻ നോക്കാം. നാളെ ചെയ്യാം. എനിക്ക് വർക്കുണ്ടോ? വന്ന് കിടക്ക്. എത്ര ശല്യം അത്. എന്തടി? നിനക്കെന്ത് വിഷമം? എന്ത് സങ്കടം? എന്ത്? നീ പറ, ഇഷ്ടമല്ലേ പറ. ഞാൻ പോണില്ല. അതൊന്നുമല്ല. പിന്നെ ഞാൻ ശ്രീകുറിനെ കുറിച്ച് ആലോചിച്ചതാ. അവനെ കുറിച്ച് ആലോചിച്ച് എന്തിനു വിഷമിക്കണേ? അല്ല, നല്ല ആരോഗ്യവും അധ്വാനശീലവും ഒക്കെ ഉള്ള അവനവിടെ ബുദ്ധിമുട്ടാ, കഷ്ടപ്പാടും ഒക്കെയാ. പിന്നെ നിങ്ങൾ ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തീരാത്ത നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കണേ. അപ്പം ഞാൻ പോകണ്ടല്ലേ? പിന്നെ പോവാതെ എങ്ങനെയാ? പോയേ പറ്റുള്ളൂ. ഞാൻ വാക്ക് പറഞ്ഞല്ലോ അവൻ്റെ അടുത്ത്. വാക്കറ്റിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അവർക്ക് ഭർത്താവിന്റെ ജീവനക്കാർ വലുത് അവർക്ക് വാക്കാണ്. എന്താ പാലും ഇങ്ങനെ പറയണേ? നിങ്ങൾ എന്താ മരിക്കാനാണോ അങ്ങോട്ട് പോണേ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. എനിക്ക് ഗൾഫിൽ പോകണമെങ്കിൽ യാതൊരു പേടിയില്ല. നിന്റെ അനിയല്ലേ ശ്രീകുട്ടായി, അവന്റെ മുമ്പിൽ നിന്ന് ചാടാൻ വയ്യ. അവ എന്നെ തട്ട് ഉറപ്പാണ്. അങ്ങനെ വല്ല സംഭവിച്ചോണ്ടല്ലോ ഒറ്റടത്തിന് ഞാൻ വെറുതെ വിടൂല. എന്തൊക്കെ പിച്ചുമ്മയാണ് ഈ പറയണേ? തന്നെ പിച്ചുമ്മ എനിക്ക് പ്രാന്തിന് പ്രാന്ത്. കാശിന് വേണ്ടി ഭർത്താവിന്റെ നാട് കിടത്തണം. ദുഷ്ട അറിയപ്പടി എന്റെ ഒപ്പം. ഓ എന്താ പ്രശ്നം? പോടാ, തള്ള മക്കളെ കൂടെ അച്ഛനെ നാട് കിടത്താൻ നോക്കണം. അമ്മ അമ്മ എന്താ അമ്മ എന്താ ഫോൺ എടുക്കാത്ത? കുട്ടുമാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെ ഫോൺ എടുക്കാൻ? ഇവിടെ ബഹളമല്ലേ, പിന്നെ എങ്ങനെ എടുക്കാൻ പറ്റൂ? ഓ, എന്തിനാ വിളിച്ചത്?
എന്തിനാ വിളിച്ചത്? അളിയനെ പെട്ടെന്ന് ചാക്കി കെട്ടി അങ്ങോട്ട് അയച്ചു കൊടുക്കേ, ഒന്ന് തട്ടി കളിക്കാൻ. ഓ അതൊന്നല്ല, പടവലത്തെ അപ്പൂപ്പനില്ലേ കുട്ടു അങ്ങനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ജാതകം എടുത്തു നോക്കി. ജാതകം എടുത്തു നോക്കിയപ്പോ മാമന് ഭയങ്കര ദോഷമാണെന്നും പ്രതീക്ഷിക്കാതെ പല അപകടങ്ങളും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അത്രേ. പോരാത്തിന് മാനഹാനി, ധനനഷ്ടം, പിന്നെ ഇടുത്തി പോലെ ധൂമകേത് തലയിൽ വന്ന് വീഴും അത്രേ. അതുകൊണ്ട് അച്ഛനോട് ഇപ്പം അങ്ങോട്ട് പോണ്ടെന്ന് കുട്ടുവാൻ പറഞ്ഞു. പിന്നെ അത് അങ്ങനെ പറയാൻ കാര്യം? അല്ല അതിപ്പോ മാമൻ പറഞ്ഞു ആ ധൂമകേതു മിക്കവാറും അച്ഛനായിരിക്കുന്നു, അതുകൊണ്ട് അച്ഛനിപ്പോ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്.